ഞാനൊരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. ചാനലുകാർ ചിലപ്പം പറയും ഇവന്, അതായത് ഞാൻ ഈ സിസ്റ്റത്തിനെ അങ്ങോട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണക്കാരൻ്റെ രോഷമാണ് ഇത്. ഞാൻ ഉത്തമമായ ബോധ്യമുണ്ട് എനിക്ക്. ഞാൻ ജീവിക്കുന്നത് ഒരു ഡെമോക്രസിയിലാണ്. ഇവിടെ ജനാധിപത്യത്തിന് വിലയുണ്ട്. ജനങ്ങളാ രാജാവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലത് തറവായിപ്പോയതാണ്. ജനങ്ങളാ രാജാവ്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സേവിച്ചോളണം. അതിൻ്റെ അമർശമാണ് മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു 1.5 മണിക്കൂർ നിർത്തിവെച്ചത്. അത് ആ പീക്ക് ടൈമായിരുന്നു. അപ്പം അമർഷം എങ്ങനെ എന്താ പറയുക, എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി നോക്കി നിൽക്കുക ഒച്ചയിൽ ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു 1.5 മണിക്കൂർ അർജുനെ അവിടെ കിടക്ക്, മുഖ്യമന്ത്രി വന്നിക്കണ്, പോയി കഴിയണ വരെ ഈ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ എന്താണ് ചില ഞാൻ തന്നെ പിന്നെ ആലോചിച്ചു ഇതൊക്കെ ആരോ ഒന്ന് ഉള്ളെന്ന് പറയിപ്പിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു പോകുന്നുണ്ട്. അതാണ്. ഇപ്പോൾ അർജുൻ്റെ സഹോദരി ഇപ്പൊ അർജുനെ കിട്ടിയതിന് ശേഷം പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ നമ്മളെ അനിയത്തിയല്ലേ, എൻ്റെ ഫാമിലി അല്ലേ അത്. എൻ്റെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കിയ നമ്മളെങ്ങനെയാണ് അവിടെ എന്നുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു MF ഹുസൈൻ്റെ വീട്ടിലെത്തിയ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നതും. ഞാൻ ഒരു ഡിഫറെൻറ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് നമ്മളങ്ങനെയാണ് നമ്മളെ മൊത്തം ഫാമിലിയും എല്ലാവരും ഇങ്ങനെയാണ് നമ്മളെ ശൈലി. അപ്പോൾ അതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില ആളുകളെ പേര് വിട്ടുപോവുക, അത് മനുഷ്യന്മാരല്ലേ, നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല. ഞാൻ ഒരിക്കലും അതിൽ ഒരു ടെൻഷനാണ്. നമ്മളിത് പേരുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മൂമെൻ്റ് ഉണ്ടായി, ഇതിന് ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കേണ്ടിനു. വേറെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും പലരും നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ മാറിപ്പോക്കുണ്ട് കണ്ടിട്ട്. അവിടെ നമ്മൾ ആവശ്യമില്ല, അവിടുന്ന് നമ്മൾ മാറിപ്പോകണം എന്നുള്ളതാണ് ഇത്. എൻ്റെ ഫാദറിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതിനേക്കാളും കൂടുതൽ ഫേമസ് ആവാനുള്ള സന്ദർഭം നമുക്ക് ഉണ്ടായിന്. രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതെ INL സ്ഥാപക നേതാവാണ് ഫാദർ. മുസ്ലിം ലീഗിൻ്റെ കർണാടകൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അങ്ങനെയുള്ള എല്ലാ പോസ്റ്റിലും വാപ്പ മരിക്കുമ്പം സാഗർ എന്ന് പറഞ്ഞ കർണാടകയിലെ സാഗർ മുനിസിപ്പൽ ചെയർമാനായിരിക്കും ബൈ ഇലക്ഷനിൽ നിൽക്കാമായിരുന്നു. ഇന്ന് കർണാടക കാണുന്ന യെദ്യൂരപ്പ ആയിക്കോട്ടെ, സിദ്ധരാമയ്യ ആയിക്കോട്ടെ, സിദ്ധരാമയ്യൻ്റെ ഇലക്ഷൻ്റെ മെയിൻ ഇൻചാർജ് എൻ്റെ വാപ്പയ്ക്കായിരുന്നു. ഞാൻ എൻ്റെ വാപ്പൻ്റെ സ്വാധീനമൊന്നും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ഉറക്കെ പറഞ്ഞു. കാരണം ഇതിലൂടെ വേണ്ട ഫേമസ് ആവാൻ എനിക്ക് പാരമ്പര്യം. തീർച്ചയായിട്ടും നമ്മളെ പറ്റിയിട്ട് കർണാടകയിൽ ചോദിച്ചാൽ മതി. അത്യാവശ്യം മോശമില്ലാത്ത ഒരു വാപ്പൻ്റെ മോനാണ് ഞാൻ. അതെ. ഇപ്പോ ഒരു ഉറക്കം കെടുത്തിയ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള കമന്റുകൾ, മെസ്സേജുകളൊക്കെ എങ്ങനെയാണ് നേരിട്ടെ? ആ മെസ്സേജിൻ്റെ പെങ്ങളെ മോള് എനിക്ക് അയച്ചെന്നത്. ആ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞോ, കണ്ടിട്ടില്ലാത്തവർക്ക്. അതായത് അർജുൻ പറയാണ്, ഞാൻ എത്ര ദിവസമായി, 7 ദിവസമായി, 8 ദിവസമായി ഇങ്ങനെ ഇന്നെ ആരും അറിയില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞിട്ട് മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജേ. ആ മെസ്സേജിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ആര് മറന്നാലും മനാഫ് മറക്കൂല എന്ന്. അത് ചില ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ചില ആളുകളത് അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ആ പോയിന്റ് തൊട്ടുപോയി. ഞാൻ കളിച്ചു കൂട്ടിയത് എനിക്കേ അറിയുള്ളൂ. ആ രംഗം അത് ഒരിക്കലും മറക്കൂല. ചില ക്രിയേഷൻ ഓരോരുത്തർക്ക്. അപ്പം ഇതൊക്കെയാണ് ലൈഫിൽ ഉണ്ടായത്. ഇങ്ങനെ ഒരു എന്താണ് പിന്നെ എന്താ പറയുക, വേദനിപ്പിച്ചതാണ് വല്ലാത്തൊരു സങ്കടമായിപ്പോയത്. എന്ന് കഴിഞ്ഞാൽ ഡെഡ്ജർ പോണ അവസാനത്തെ ദിവസമാണ് അർജുനെ കിട്ടുന്നത്. ഇൻ കേസ് അതുകൂടി കഴിഞ്ഞ് പോയിട്ട് ഡെഡ്ജർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇട്ടേച്ച് പോയിന്. ഒന്നില്ലെങ്കിൽ അപമാനം സഹിച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി അവിടെ പോയി ചാവേണ്ടി വരും. ആ ലെവലിലെത്തിപ്പോയി. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ച്
പോണോലൊക്കെ പോട്ടെ. ഇനി അത് സുപ്രീം കോടതി ആയാലും നമ്മൾ ആ സുപ്രീം കോടതിയിൽ പോയിട്ട് ഗംഗാവലി പുഴയിൽ വീണ ഓരോ തരി മണ്ണും നമ്മൾ പുറത്തെത്തിക്കുന്നു. നമ്മൾ അവിടുന്ന് ഒരു ദൃഢനിശ്ചയം എടുത്ത് നമ്മൾ കർണാടക ഗവൺമെൻറ് ആദ്യം എന്താ പറഞ്ഞത്, 1 കോടി ഉറുപ്പ്യ ഡഡ്ജറിന് തരാൻ ഓരോരുത്ത് പണം ഇല്ല എന്ന് പറഞ്ഞു. മൊത്തം നമ്മളെ മൂത്തക്കാക്കാണ് കാരണം ഒന്നുമില്ല ഈ പറഞ്ഞോട് 1 കോടി ഉറുപ്പ്യല്ലേ അത് നമ്മൾ ഒപ്പിച്ച് കൊടുക്കാറുണ്ട്. ധൈര്യം തന്ന് ഫാമിലിയാണ്. അപ്പം എന്താണ് ഇത് ഉറക്കെ പറഞ്ഞല്ലോ, ഒരു 5 പൈസ ഒരാളത് വേണ്ട നമ്മൾ കൊണ്ടുവരാൻ. പിന്നെ അതേമാതിരി മലയാളികൾ എത്ര ആളുകൾ പറഞ്ഞു കർണാടകയ്ക്ക് എത്ര മൊത്തത്തിൽ ചിലവായത്, ആ പണം കേരളം മൊത്തം തരും. അല്ല പറഞ്ഞതിൽ നിന്ന് ഭയങ്കര നന്ദിയുണ്ട്. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു മോശക്കാരനായി പോകും. അതുകൊണ്ട് ഒന്നും പൈസ വേണ്ട, സപ്പോർട്ടാണ് വേണ്ടത്. പക്ഷെ തൽക്കാലം ഇവിടെ അത്യാവശ്യം നമ്മളെല്ലാവരും ഉണ്ട്. അതിനെ നേരിടാൻ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സന്ദർഭം. ചിലർക്ക് ഇപ്പോൾ ഈ ഒരു സന്ദർഭം ഈ കാര്യങ്ങൾ ഇതിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും.